ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീരാമാവതാരം. ദശരഥന് ഭാര്യമാർ 3. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം കൈകേയിയെ. രാമന്റെ മാതാവ് കൗസല്യ ഇതിൽ ദുഃഖിതയുമായിരുന്നു. ഭർത്തൃസാമീപ്യം കൈകേയിക്ക് ലഭിക്കും പോലെ കൗസല്യാദേവിക്ക് ലഭിച്ചതുമില്ല. അമ്മയുടെ ദുഃഖം രാമൻ അറിയാതിരിക്കുമോ? അമ്മയുടെ പരിഹാരമില്ലാത്ത ആ ദുഃഖത്തിനു മുന്നിൽ രാമനെ പോലുള്ള ഉത്തമപുത്രന് വിഷമമുണ്ടാവുകയില്ലേ? പക്ഷെ രാമൻ 3 അമ്മമാരെയും ഒരുപോലെ സ്നേഹിച്ചു, ആദരിച്ചു, ആരാധിച്ചു. പെറ്റമ്മയ്ക്ക് തുല്യം താൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കൈകേയി പരുഷവാക്കുകളോടെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ പുറത്താക്കുമ്പോഴും രാമൻ എതിർപ്പില്ലാതെ, വിഷമമില്ലാതെ അതെല്ലാം സ്വീകരിക്കുക തന്നെയായിരുന്നു. എതിർക്കാൻ കരുത്തില്ലാത്തത് കൊണ്ടല്ല. ഇതിനു മുമ്പ് താടകാവധവും ശൈവചാപഭഞ്ജനവും ഭാർഗവരാമന്റെ ദർപ്പമടക്കലും എല്ലാം നടത്തി താൻ ആരെന്ന് രാമൻ വെളിപ്പെടുത്തുകയും ചെയ്തതാണെന്ന് ഓർക്കണം. കൊട്ടാരവാസമല്ല, രാമദൗത്യം മറ്റൊന്നായിരുന്നു. വനത്തിൽ രാമൻ പല ഭീകരന്മാരെയും എതിരിട്ടു. അതേസമയം പല മഹർഷിമാരുടെ ആദരവും ഏറ്റുവാങ്ങി. രണ്ടിലും നിന്ദാസ്തുതികളിൽ മനസ്സു കൊടുക്കാതെ രാമദേവൻ കാന്താരത്തിലേക്ക് തന്നെ നടന്നു. കാട്ടിൽ സീതയെ പ്രതാപിയും ശക്തനുമായ രാവണൻ അപഹരിച്ചു. ഭാര്യ അപഹരിക്കപ്പെട്ട ഭർത്താവിന്റെ സ്ഥിതി ആലോചിക്കൂ. അന്ന് സീതാദേവിക്ക് പ്രായം 19. ഒടുവിൽ അതീവ ക്ലേശങ്ങളെ മറികടന്ന് സീതയെ വീണ്ടെടുത്തു. എന്തേ രാമൻ വിഷമിച്ചു? എന്തുകൊണ്ട് തന്റെ ദിവ്യശക്തി ഉപയോഗിച്ചില്ല? എന്തിന് വാനരന്മാരുടെ സഹായം തേടി? ത്രിഭുവനങ്ങളും സംഹരിക്കാനുള്ള ദിവ്യശക്തി ഉണ്ടായിട്ടും രാമദേവൻ എന്തുകൊണ്ടത് പ്രദർശിപ്പിച്ചില്ല? ഇവിടെ തന്റെ ദിവ്യത്വം പ്രദർശിപ്പിക്കുകയല്ലായിരുന്നു രാമന്റെ ലക്ഷ്യം. ധർമ്മ പുനഃസ്ഥാപനം മാത്രമാണ് അവതാരോദ്ദേശ്യം. പ്രാണപ്രിയയായ സീത പരമപരിശുദ്ധയാണെന്ന് അറിഞ്ഞിട്ടും അരാജകത്വം ഉണ്ടാകാതിരിക്കാനായി അഗ്നിപ്രവേശം ചെയ്യിച്ചാണ് രാമൻ സ്വീകരിച്ചത്. പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോൾ രാമൻ സന്തുഷ്ടനല്ല. പക്ഷേ ഭരണരംഗത്ത് വർത്തിക്കുന്ന ഒരുവൻ ധർമ്മം എങ്ങനെ പരിപാലിക്കണം എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. രാമാവതാരത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധിക്കൂ. സീതാപരിത്യാഗം, മക്കളുമായി പോരടിക്കേണ്ടി വരിക, ലവനും കുശനുമായ യുദ്ധം, ജീവന്റെ ജീവനായി സ്നേഹിച്ച അനുജൻ ലക്ഷ്മണകുമാരനെ വധിച്ചതിനു തുല്യം ഉപേക്ഷിക്കുക. ഇങ്ങനെ രാമകഥ ചിന്തിച്ചാൽ രാമന്റെ ജീവിതം സുഖകരമായിരുന്നുവോ? രാമൻ നേരിട്ട ദുരിതങ്ങളിൽ ഒന്നെങ്കിലും സ്വപ്നത്തിലെങ്കിലും അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ദുരിതക്കയങ്ങളിൽ നീന്താൻ ഒരു അവതാരത്തിന് മാത്രമേ സാധ്യമാകൂ. അതാണ് രാമൻ ചെയ്തു കാണിച്ചതും. സഹനത്തിന്റെ കലയാണ് ഏത് അവതാര ചരിത്രത്തിലും കാണാനുള്ളത്. നമ്മളും അവതാരവും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെ. നമ്മെ ആ കല പഠിപ്പിക്കുകയായിരുന്നു രാമൻ സ്വജീവിതത്തിലൂടെ. ശ്രീകൃഷ്ണാവതാരം. ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ അനുഭവിച്ചിട്ടുള്ള അത്ര ദുരന്തങ്ങൾ മറ്റാരും അനുഭവിച്ചിട്ടില്ലെന്ന് പറയാം. ശ്രീകൃഷ്ണൻ സ്വന്തം കഥ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ജനിക്കാൻ പോകുന്നു എന്ന കാരണം കൊണ്ട് മാത്രം എൻ്റെ മാതാപിതാക്കൾ തടവിലാക്കപ്പെടുക, എനിക്ക് മുന്നേ ജനിച്ച സഹോദരങ്ങൾ ഞാൻ മൂലം അരുങ്കൊല ചെയ്യപ്പെടുക, ഞാൻ ജനിച്ച നിമിഷം തന്നെ അമ്മയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക, എൻ്റെ ജീവൻ രക്ഷിക്കാനായി മറ്റൊരു കുരുന്നിനെ, യശോദയുടെ കുഞ്ഞ്, കൊലയ്ക്ക് കൊടുക്കുക, എന്നെ വേട്ടയാടാൻ ഒരുക്കിയ വലയിൽ ഒട്ടേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുക, പൂതന തുടങ്ങിയവരുടെ ആക്രമണങ്ങൾ, ഒരു ഗ്രാമം മുഴുവൻ ഞാൻ കാരണം മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുക, വൃന്ദാവനം, സ്വന്തം അമ്മാവനെ വധിക്കേണ്ട ഗതികേട്, അതിനുശേഷം രാജ്യം മുത്തച്ഛനെ ഏൽപ്പിച്ച് സ്വസ്ഥമായിരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ പെങ്ങളുടെ, കുന്തി കുടുംബത്തിൽ കലഹം, ഹസ്തിനപുരിയിൽ കൗരവ പാണ്ഡവ സംഘർഷം, കുലവധുവിനെ സഭാമധ്യത്തിൽ വസ്ത്രമുരിയത്തക്ക വിധം അധപതിച്ച ഭരണ നേതൃത്വം, പഞ്ചാലി വസ്ത്രാപഹരണം. ധർമ്മിഷ്ഠനായ ഒരുവന് എങ്ങനെ ഇതെല്ലാം സഹിക്കാനാകും? അങ്ങനെ കൃഷ്ണൻ രംഗത്തിറങ്ങുന്നു. ഒടുവിൽ ഒരു മഹായുദ്ധത്തിന് കളമൊരുങ്ങി. യുദ്ധം തുടങ്ങി ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീണു. ഒടുവിൽ ധർമ്മം വിജയിച്ചു. ധർമ്മപുത്രരെ ഭഗവാൻ ഭരണത്തിലിരുത്തി. അപ്പോഴേക്കും സ്വന്തം കുലത്തിൽ തന്നെ അധർമ്മം വിളയാടാൻ തുടങ്ങി. ശ്രീകൃഷ്ണന്റെ മകൻ സാമ്പൻ സ്ത്രീവേഷം കെട്ടി നിന്ന് മഹാമുനികളെ പരിഹസിച്ചു. അതിന്റെ ഫലമായി മുസലം കുലനാശനം എന്ന ശാപം. താൻ പടുത്തുയർത്തിക്കൊണ്ടുവന്ന യദുകുലം തമ്മിൽ തല്ലി നശിക്കുന്നത് കൃഷ്ണന് കാണേണ്ടി വരിക. ഒടുവിൽ തന്റെ രാജ്യമായ ദ്വാരകയെ കടൽ വിഴുങ്ങുക. പക്ഷേ ഇതിനിടയിൽ അനുസരണയുള്ള ഭക്തനായ ഉദ്ധവരോട് മാത്രം രക്ഷപ്പെടാനുള്ള വഴി ഉപദേശിച്ചു. കുരുക്ഷേത്രത്തിലെ മഹായുദ്ധത്തിൽ ഒരു ആയുധം പോലും എടുക്കാതെ കുതിരയെ തെളിച്ച് മാത്രം യുദ്ധത്തിന്റെ ഭാവി കൈപ്പിടിയിലൊതുക്കിയ മഹാപ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യക്തിജീവിതമാണ് ചുരുക്കി പറഞ്ഞത്. കൺകോൺ ചലനത്താൽ പ്രപഞ്ചത്തെ ഇളക്കിമറിക്കാൻ കഴിയുന്ന മഹാപ്രഭുവിന്റെ ചരിതമാണിത്. എന്തേ കൃഷ്ണൻ ഈ രംഗങ്ങളിലൊക്കെ തന്റെ ദിവ്യത പ്രകടിപ്പിച്ചില്ല? ഇതിനും ഉത്തരം ഒന്നു തന്നെ. അവതാരപുരുഷൻ പ്രദർശനത്തിന് വന്നവനല്ല. ധർമ്മ സംസ്ഥാപനം മാത്രമാണ് അവതാരപുരുഷന്മാരുടെ ലക്ഷ്യം.
ശ്രീകൃഷ്ണന്റെ കുടുംബചരിത്രം ഇങ്ങനെ ആയതുകൊണ്ട് ശ്രീകൃഷ്ണ മഹിമയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ആലോചിക്കൂ. ഈ മഹാദുരിതങ്ങൾക്കിടയിലും പുഞ്ചിരി തൂകാനുള്ള മനസ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമല്ലേ ശ്രീകൃഷ്ണ മഹിമ നിറഞ്ഞു നിൽക്കുന്നത്? രാമകൃഷ്ണാവതാരങ്ങളുടെ കുടുംബജീവിതം പ്രശ്നരഹിതമായിരുന്നില്ല, പ്രശ്ന ബഹുലമായിരുന്നു. ഈശ്വരമഹിമ എത്ര പ്രകടമാക്കിയാലും സുഹൃതമില്ലാത്തവന് അത് മനസ്സിലാകുകയുമില്ല. ദൂതിന് പോയ ഭഗവാനെ ദുര്യോധനൻ ബന്ധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ദുര്യോധനൻ അതേക്കുറിച്ച് പറഞ്ഞത് ഇടയന്റെ മായാജാല പ്രകടനം എന്നാണ്. വിശ്വരൂപ ദർശനം കണ്ട് ആനന്ദിച്ച ഭഗവാനെ തിരിച്ചറിഞ്ഞ വിരലിൽ എണ്ണാവുന്ന ചിലരും ഭീഷ്മരെ പോലുള്ള സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. അവതാരപുരുഷന്റെ മഹിമ മനസ്സിലാക്കാനും അവിടുന്ന് കൃപ ചൊരിയണം. ഭൗതിക ലോകത്തിലെ ഒരു അളവുകോല് കൊണ്ടും അവതാരപുരുഷനെ അളന്നു തിട്ടപ്പെടുത്താനാവില്ല. അതിന് തുനിയുന്നത് വങ്കത്വം. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അല്പബുദ്ധികൾ മനുഷ്യ ശരീരം ധരിച്ചെത്തിയ എന്റെ പരമമായ ഭാവത്തെ അറിയുന്നില്ല. ഓം തത്സത്.